ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള ഒരു വീഡിയോ ആണ്. അതായത് ജ്യോതിഷപരമായിട്ട് കൺമഷി കൊണ്ട് കണ്ണ് എഴുതുന്നത് കൊണ്ടുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. കണ്ണെഴുതുന്നത് പൊതുവേ സ്ത്രീകൾ അത് മാത്രമല്ല, കൊച്ചുകുട്ടികളെ വരെ നമ്മൾ കണ്ണെഴുതിക്കാറുണ്ട്, വാൽക്കണ്ണ് എഴുതിക്കാറുണ്ട്. അങ്ങനെ എഴുതുന്നത് നയന സംബന്ധമായിട്ട്, പ്രത്യേകിച്ച് കണ്ണിൻ്റെ ഐശ്വര്യം, ഭംഗി കൂടാനും അതുപോലെ മുഖകാന്തി കൂടാനും ആണ് മെയിനായിട്ട് ഇത് എഴുതുന്നത്. പക്ഷേ ജ്യോതിഷപരമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. കൺമഷി കൊണ്ട് എഴുതുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ഇത് കണ്ണേർ, അതായത് ദൃഷ്ടിദോഷം എന്ന് പറയും. ആദ്യത്തെ പോയിൻ്റാണ് ദൃഷ്ടിദോഷം. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒന്നാണ് ദൃഷ്ടിദോഷം. അപ്പം ചെറിയ കുട്ടികൾക്ക് നമ്മൾ കണ്ണ് അതിനോടൊപ്പം തന്നെ കവിളിൽ ബ്യൂട്ടി സ്പോട്ട് ഇടാറുണ്ട്. അതുപോലെ കാലിൻ്റെ താഴെ, പാദത്തിൻ്റെ താഴെ ചിലർ ഇങ്ങനെ കൺമഷി കൊണ്ടിങ്ങനെ ഒരു പൊട്ട് പോലെ ഇടാറുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ദൃഷ്ടിദോഷം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ, അതായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പം സ്ത്രീകളും കണ്ണെഴുതുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഗുണങ്ങൾ, ദൃഷ്ടിദോഷത്തിൽ നിന്നുള്ള രക്ഷയുണ്ടാകുന്നു. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാതെ പൂർണ്ണമായിട്ടുള്ള ദൈവികത നിറഞ്ഞു നിൽക്കാൻ സഹായകരമാകുന്നതാണ്. അടുത്ത ഗുണം ചൊവ്വാദോഷം, അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി നിൽക്കുന്നതാണ്. ഇപ്പം പ്രത്യേകിച്ച് കുട്ടികൾ ചൊവ്വ ദിശയിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കണ്ണ് എഴുതുകയാണെങ്കിൽ ജ്യോതിഷപരമായിട്ട് അങ്ങനെയുള്ള ചൊവ്വ ദോഷങ്ങൾ, അതുപോലെ ബാലാരിഷ്ടതകളൊക്കെ മാറി നിൽക്കുന്നതാണ്. അത് ഒരു ഫാക്ടറാണ്. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും ചൊവ്വ സംബന്ധമായിട്ടുള്ള ദോഷം, വിവാഹം ആലോചിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുക, അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. ചൊവ്വ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. അപ്പം കണ്ണ് എഴുതുന്നതോടുകൂടി അങ്ങനെയുള്ള കൺമഷി കൊണ്ട് കണ്ണെഴുതുമ്പോൾ അങ്ങനെയുള്ള ചൊവ്വ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും മാറും എന്നാണ് ജ്യോതിഷത്തിൽ, അതായത് വേദിക് ആസ്ട്രോളജിയിൽ പറയുന്നത്. അടുത്ത ഒരു ഗുണം, കണ്ണ് എഴുതുന്നത് ഇപ്പം വ്യാഴാഴ്ച ദിവസം അതുപോലെ ഞായറാഴ്ച ദിവസം രാത്രിയിൽ സ്ത്രീകൾ കണ്ണ് എഴുതിയിട്ട് ആണ് കിടക്കുന്നതെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ല ഉയർച്ചയും, കുടുംബത്ത് നല്ല രീതിയിലുള്ള ഐക്യം, അങ്ങനെയുള്ള പരസ്പര ബഹുമാനം ഒക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബത്ത് നല്ല ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ നല്ല ദാമ്പത്യം, ഭാര്യാഭർത്തൃ ബന്ധം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതുപോലെ പരസ്പര ധാരണ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. അതുപോലെ കണ്ണ് എഴുതുന്നത് കൊണ്ട് ഉള്ള മറ്റൊരു ഗുണം, സെൽഫ് കോൺഫിഡൻസ് കൂടി നിൽക്കാൻ സഹായകരമാകുന്നു. നിങ്ങൾക്ക് എല്ലാ ചലഞ്ചസിനെയും നല്ല ഒരു കോൺഫിഡൻറ്റ് മൈൻഡോട് കൂടി ഫേസ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ ആർജിച്ചെടുക്കാൻ സഹായകരമാകുന്നതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ ഇത്രയൊക്കെയാണ്. അതുപോലെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യപരമായിട്ടുള്ള നല്ല ഐക്യം. അടുത്ത ഒരു ഗുണം കണ്ണ് ഇതോടുകൂടി കിട്ടുന്നത് ധനപരമായിട്ടുള്ള നേട്ടം, സമൃദ്ധി, സമാധാനം, അതുപോലെ തന്നെ നല്ല സന്തോഷം, ഇത്രയും കാര്യങ്ങൾ കുടുംബത്തിൽ ആർജിച്ചെടുക്കാൻ സഹായകരമാകുന്നതാണ്. അപ്പം കണ്ണെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം വലത്തെ കണ്ണ് വേണം എഴുതാൻ, അതിനുശേഷം വേണം ഇടത്തെ കണ്ണ് എഴുതാൻ. ഇതൊക്കെയാണ് കണ്ണ് എഴുതുന്നത് വഴി സ്ത്രീകൾക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ഭാഗ്യം, ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു പ്രയോജനങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ജാതകത്തിൽ അങ്ങനെ ജന്മസമയത്തെ ഗ്രഹസ്ഥിതികൾ, നെഗറ്റീവായിട്ടുള്ള പാപഗ്രഹ ഭീഷണി, അങ്ങനെയുള്ള ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ
പേര് നക്ഷത്രവും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്തൊക്കെയാണ് അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. തികച്ചും സൗജന്യമാണ്, യാതൊരു ഫീസും ഇതിനില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കൂടി ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.